ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. പെരുമുടിയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ തുറന്നുകൊടുത്തു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പെരുമുടിയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ നവീകരിച്ചത്. 200 സ്ക്വയർ ഫീറ്റിലാണ് കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചിട്ടുള്ളത്. നവീകരണം പൂർത്തിയായ കിച്ചൺ കം സ്റ്റോർ മുഹമ്മദ് മുഹസിൻ MLA തുറന്നുകൊടുത്തു. ക്ലാസ് മുറികൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കിച്ചൺ. അത്ര നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കാൻ കഴിയില്ല. കോവിഡ് കാലത്താണ് നമ്മളെ പല സ്കൂളുകളിലും CFLTC മറ്റുമൊക്കെ ഉണ്ടായ സമയത്ത് വേണ്ടത്ര കിച്ചൺ സൗകര്യമില്ലാത്ത പ്രശ്നങ്ങൾ അതിൽ രൂക്ഷമാണ് എന്ന് തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെന്റ് ആയിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് പരമാവധി എല്ലാ വിദ്യാലയങ്ങളിലേക്കും ഒരു ഫണ്ട് നമുക്ക് പ്രഖ്യാപിച്ചെങ്കിലും ആ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടെയുള്ള ഫണ്ട് നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാതിരുന്നപ്പോൾ ആ പ്രഖ്യാപിച്ച സ്കൂളുകളിലൊന്നും അത് നടക്കാത്തൊരു സാഹചര്യമില്ല. അപ്പൊ അത് ഇടപെട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് വിവിധ ഫണ്ടുകൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് കിച്ചൺ നവീകരണത്തിന് വേണ്ടി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒരുമിച്ചുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ആ ഫണ്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് സന്തോഷത്തോടെ പറയാം നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലാണ്. 20ലധികം വരുന്ന വിദ്യാലയങ്ങൾ ഈ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് നമ്മൾ നിർമ്മാണം നടത്തുകയാണ്. ഇതിന്റെ പുറമെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ, വാർഡ് മെമ്പർ ലതാ മണികണ്ഠൻ, പട്ടാമ്പി AEO RP ബാബുരാജൻ, പ്രധാനാധ്യാപിക PV നിർമ്മല, PT മുഹമ്മദ് അലി, P. ഹരിദാസൻ, K. മുഹമ്മദ് അലി, CT മുഹമ്മദ് കുട്ടി, K. സുധീഷ്, K. ഹക്കീം, ശിവകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.